ഞാനിപ്പോൾ ഉള്ളത് USMF നിക്കോള ടെസ്റ്റിമിറ്റാനോ യൂണിവേഴ്സിറ്റി മോൾഡോവയിലാണുള്ളത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് 700-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ വിശേഷങ്ങൾ അറിയണം, ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണിത്. ആ വീഡിയോയിലേക്ക് സ്വാഗതം. മോൾഡോവ ഈസ്റ്റേൺ യൂറോപ്പിലെ യുക്രൈൻ്റെയും റൊമാനിയയുടെയും ഇടയിലുള്ള ഒരു സാൻഡ്വിച്ച് പോലെ ചെറിയൊരു രാജ്യമാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. സ്മോൾ കൺട്രിയാണ്. എയർപോർട്ടാണെങ്കിലും വലിയൊരു എയർപോർട്ടൊന്നുമല്ല, ചെറിയ എയർപോർട്ടാണ്. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അറിയാം ഒരു രാജ്യം, വളരെ ചെറിയ രാജ്യം, നല്ല ഒരു സ്റ്റൈലായിട്ടുള്ള ഒരു സമാധാന അന്തരീക്ഷമുള്ള ഒരു രാജ്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ ഈ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് വിദേശ MBBSമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-14 വർഷമായി. നേരത്തെ ഒന്നും ഈ മോൾഡോവ എന്ന് പറഞ്ഞ രാജ്യം കേട്ടുപരിചയമില്ലാത്തൊരു രാജ്യമായിരുന്നു. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ചിലപ്പോൾ ഈ രാജ്യം നമ്മൾ കേൾക്കാനിടയായത് ഈ MBBSയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. ഇപ്പോൾ നിലവിൽ ഒരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 700-ലധികം മലയാളികൾ പഠിക്കുന്നുണ്ട്. പുതിയ സാഹചര്യത്തിൽ 2022-23 കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് യുക്രൈൻ പോകാൻ ഭയമുള്ളൊരു സമയമാണ്. ചൈന വിസ ഇനിയും ഓപ്പൺ ആയിട്ടില്ല. ഫിലിപ്പീൻസിലും ചെറിയ അനിശ്ചിതാവസ്ഥകൾ. ഇങ്ങനെ നമ്മൾ നേരത്തെ ആശ്രയിക്കുന്ന പല രാജ്യങ്ങളും നമുക്ക് മുന്നിൽ ഇപ്പോഴും ഓപ്പൺ ആവാത്തൊരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്ക് യാത്രായോഗ്യമായിട്ടുള്ള നമ്മുടെ കുട്ടികൾ നിലവിൽ പഠിക്കുന്ന ഒരു രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ മോൾഡോവ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി കാര്യം, എന്തുകൊണ്ടാണ് കുട്ടികൾ പോകുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെ നമ്മൾ ഒരു രാജ്യം തിരഞ്ഞെടുക്കുമ്പോൾ അത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളത് നോക്കാറുണ്ട്. ഇപ്പോൾ ആ NMC ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പാറ്റേൺ തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് WHO WFMEയുടെ അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുന്നത്. ഒരിക്കലും നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഓരോ രാജ്യത്തിൻ്റെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നൊരു സംവിധാനം ഇപ്പോഴില്ല. അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള സോഴ്സ് വെച്ചിട്ട് നമ്മതിനെ ഒന്ന് റീചെക്ക് ചെയ്തിട്ട് കൺഫേം ആക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ മോൾഡോവ എന്ന് പറയുന്നത് നമുക്ക് ഒരു വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്ക് എന്തൊക്കെ അക്രഡിറ്റേഷൻ വേണം, എന്തൊക്കെ അപ്രൂവൽ വേണം, ഇതെല്ലാം അനുയോജ്യമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ മോൾഡോവ എന്ന് പറയുന്നത്. അതാണ് നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് നോക്കുന്നത്. ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ, നമുക്ക് ഈ ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് പഠിക്കാൻ പറ്റണം, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കാൻ പറ്റണം. അപ്പോൾ അതിന് നമുക്ക് ഈ മോൾഡോവ ഓക്കെയാണ്. മറ്റേതൊരു രാജ്യം പോലെ തന്നെ MBBS പഠിക്കുന്ന സമയത്ത് ഇവിടെ റൊമാനിയൻ ലാംഗ്വേജ് പഠിക്കണം. ഏത് രാജ്യത്താണെങ്കിലും അവർക്കൊരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കേണ്ടതുണ്ടല്ലോ പേഷ്യൻസ് ഇൻട്രാക്ഷന് വേണ്ടിയിട്ട്. ഈ റൊമാനിയൻ ലാംഗ്വേജ് പഠിക്കാൻ ഇത്തിരി ഈസിയാണ്. അതിൻ്റെ ആൽഫബറ്റ്സൊക്കെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ്. നമുക്ക് ചിലതൊക്കെ നമ്മുടെ റൊമാനിയൻ ലാംഗ്വേജ് അറിയാതെ തന്നെ നമുക്ക് വായിക്കാൻ പറ്റും. കാരണം വളരെ റിലേറ്റഡ് ആണ്, വളരെ സിമിലിയർ ആയിട്ടുള്ള വേർഡ്സും ഒക്കെ ഉള്ളതുകൊണ്ട് അത് വായിക്കാൻ ഇത്തിരി കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലാംഗ്വേജിൻ്റെ ഒരു ഇഷ്യൂ ഇവിടെ അധികം വരുന്നില്ല എന്നുള്ളതും നമുക്ക് ഒരു നല്ല കാര്യം. നമ്മുടെ കേരള ഗവൺമെൻറ്റുമായിട്ടും നല്ല ചെറിയൊരു കണക്ഷൻ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ മോൾഡോവയിലെ യൂണിവേഴ്സിറ്റിക്ക്. നേരത്തെ ശൈലജ ടീച്ചർ ഈ നമ്മുടെ ആരോഗ്യമന്ത്രിയാവുന്ന സമയത്ത് മാഡം ഈ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിസിറ്റ് ചെയ്യുക മാത്രമല്ല, അവർക്കൊരു ഡോക്ടറേറ്റൊക്കെ യൂണിവേഴ്സിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ നിപ്പയുടെ ഒരു പശ്ചാത്തലത്തിൽ അവരുടെ പ്രത്യേക പ്രവർത്തനങ്ങൾക്ക് ലോകമൊത്തത്തിൽ ഒരു അംഗീകാരം കിട്ടിയപ്പോൾ ഈ മോൾഡോവയിൽ നിന്ന് അവരൊരു ഡോക്ടറേറ്റൊക്കെ കൊടുത്തിട്ട് അതുപോലെ ഒരു വിസിറ്റിംഗ് പ്രൊഫസർ എന്നുള്ള രീതിയിലൊക്കെ അവർ ആദരിക്കുക ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര മന്ത്രിമാരും ഈ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കേരള ഗവൺമെൻറ്റുമായിട്ടും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ആയിട്ടും നല്ലൊരു റിലേഷൻഷിപ്പുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അത് ഈ പുതിയ കാലഘട്ടത്തിൽ ഇത് എടുത്തു പറയേണ്ട ഒരു പോയിൻ്റാണ്. കാരണം പല രാജ്യങ്ങളിലും കുട്ടികൾ കുടുങ്ങുന്നു, തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഗവൺമെൻറ് ഒരു റിലേഷൻ ഉള്ളത് എപ്പോഴും ഒരു ആശ്വാസം തന്നെയാണ് എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും. യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആൻഡ് അക്യുമുലേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ECTSൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ 3 വർഷം ഇവർക്ക് കൃത്യമായിട്ട് തിയറി ബേസ്ഡ് ആണ്. ശേഷത്തെ 3 വർഷമാണ് പ്രാക്ടിക്കലിലേക്ക് പോകുന്നത്. ഒരു ക്ലാസ് റൂമിനകത്ത് 15 കുട്ടികളാണ് ഉണ്ടാവുക. നല്ല ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ ഇത് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇത് ആദ്യത്തെ 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെയാണ് ഹോസ്പിറ്റൽ വിസിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഞാനുള്ളത് മോൾഡോവയിലെ
നിക്കോളോ ടെസ്റ്റിമിറ്റാനോ യൂണിവേഴ്സിറ്റിയുടെ മുന്നിലാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റിമുലേഷൻ സെൻറ്റർ ഉണ്ട്. അതിൻ്റെ ആക്ടിവിറ്റീസുകൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇനി നിങ്ങളെ കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഞാൻ ഈ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യുന്ന ദിവസം ഒരു പ്രത്യേകതയുണ്ട്. ആ രാജ്യത്തിൻ്റെ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പോൾ ആ രാജ്യത്ത് ആകെ ഒരു മെഡിക്കൽ കോളേജേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ യൂണിവേഴ്സിറ്റിനെ പരിചയപ്പെടുത്തുന്ന അവിടുത്തെ പ്രൊഫസേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ആ ഒരു ടീമിനൊപ്പം ഞാനും ചേർന്നപ്പോൾ എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ ഓരോ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അത് അവർ ചിലപ്പോഴൊക്കെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, ഇല്ലെങ്കിൽ റൊമാനിയൻ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. ഞാൻ കുട്ടികളായിട്ടാണ് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസായിട്ട് പോയതുകൊണ്ട് എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് ഇങ്ങനെ ഈ രാജ്യത്ത് ഒരു യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ, അതൊരു നെഗറ്റീവായിട്ടാണ് പറയുന്നത്. സത്യസന്ധമായിട്ട് ആ രാജ്യത്തിന് അതൊരു നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. എന്താണ് ആ പോസിറ്റീവ് സൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ രാജ്യത്ത് ഒരു വളരെ നല്ലതായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണിത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല പേഷ്യൻസ് ഇൻട്രാക്ഷൻസ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഇതിലൂടെ നമുക്ക് കൈവരുന്നുണ്ട്. ആ രാജ്യത്ത് ഒരു മെഡിക്കൽ കോളേജ് ഉള്ളൂ എന്നുള്ളത് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ആ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നത് ഒരു പോസിറ്റീവായിട്ടാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ടെക്നോളജി വരാൻ പോകുന്ന ഒരു മേഖലയാണ് ഈ മെഡിക്കൽ രംഗം എന്ന് പറയുന്നത്. നമുക്ക് പഴയ കാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ അറിയാം, നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല. ഇപ്പോൾ രോഗനിർണയങ്ങളൊക്കെ കംപ്ലീറ്റായിട്ട് പല മെഷീനറികളുടെ സഹായത്തോട് കൂടിയിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഒരു ഇത്തരം യന്ത്രങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ലോകം പോകുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ടെക്നോളജി ഉപയോഗിച്ചിട്ട് കുട്ടികളെ അത് പഠിക്കുന്ന സമയത്ത്, ഒരു MBBS ഡോക്ടർ ആവുന്ന സമയത്ത് അത് ഒരു ടെക്നോളജി എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ പഠന മേഖലയെ അത് ഉപയോഗപ്രദമാക്കാം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിർച്വൽ റിയാലിറ്റി, ഓഗ്മെൻ്റൽ റിയാലിറ്റി, ഇതൊക്കെ പഠന മേഖലയെ എത്രത്തോളം സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാവുന്നതാണ്. നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്ത് പഠിക്കാൻ പറ്റില്ല. അതിന് കുറേ പരിമിതികളുണ്ട്. അത് എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടേഴ്സ് ചെയ്യുന്നിടത്ത് നമ്മൾ നോക്കി അവർ പറഞ്ഞു തരുന്നത് പഠിച്ച് അങ്ങനെ മെല്ലെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ ഒരു സിമുലേഷൻ സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏത് സങ്കീർണമായ ഓപ്പറേഷൻസുകളും നമുക്ക് ചെയ്ത് പരിശീലിക്കാൻ പറ്റുന്ന ടെക്നോളജി നമ്മുടെ മുന്നിലുണ്ട്. അത്തരം ടെക്നോളജികളാണ് ഈ യൂണിവേഴ്സിറ്റികൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു മനുഷ്യന് എൻ്റെ ഏതൊരു അവയവങ്ങളാണ്, ഏത് സങ്കീർണമായ ഓപ്പറേഷനുകളാണെങ്കിലും കുട്ടികൾ ഒരു 4ാമത്തെ വർഷം മുതൽ അവർക്കവിടെ ചെയ്ത് പരിശീലിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒരു ഫാക്കൽറ്റി, നമ്മുടെ അവിടുത്തെ പ്രധാന ടീച്ചേഴ്സ് നമുക്ക് സഹായികളാവും. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം. അപ്പോൾ 100 കണക്കിന് ഓപ്പറേഷൻസ് കുട്ടികൾക്ക് ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ള ഒരവസരം ഇവിടെയുണ്ട്. ഞാൻ ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ രാജ്യങ്ങളിലത്തെ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് അതൊരു പഠന മേഖലയെ ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ ഉള്ള അങ്ങനെ യൂസ് ചെയ്യുന്നത് അധികം കണ്ടിട്ടില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ഇത് കേവലം ഡമ്മി ബോഡികളല്ല കേട്ടോ. സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ പൾസ്, ഹൃദയമിടിപ്പ്, ഒരു പ്രത്യേക രോഗം സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ രോഗത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കും, ആ മരുന്നുകളോട് എങ്ങനെ പ്രതികരിക്കും, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ആധുനികമായി സജ്ജീകരിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. Alô, bună ziua, mă auziți? Cum vă spune dumneavoastră?
Михай. Чим одержався, Михай? П'єпт в дворі. Акуш в Ньювом Страдуїсова ажутел. ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നമുക്കറിയാം വിദേശത്ത് ഒരു MBBS പഠിക്കാൻ പോകുന്ന കുട്ടി കുറേ കാര്യങ്ങളിൽ കോംപ്രമൈസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയൊരു കോംപ്രമൈസായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഷ്യൻസ് ഇൻട്രാക്ഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും നല്ല വലിയ ഹോസ്പിറ്റലുകളിൽ പേഷ്യൻസ് ഇൻട്രാക്ഷൻസിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആളുകളൊക്കെ വരുന്ന ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ നമുക്ക് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ രോഗം അവരുടെ സ്വകാര്യതയാണ്. അപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് അവരെ വെച്ച് പഠിക്കേണ്ട എന്നുള്ളതാണ് പൊതുവേ ആറ്റിറ്റ്യൂഡ്. ആ സമയം ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ ഡിഫറെൻ്റ് ആട്ടോ. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊക്കെ ചിലപ്പോൾ വയസ്സായ ആളുകളൊക്കെ ആവും വരുന്നുണ്ടാവും കൂടുതൽ. അവർ അത്യാവശ്യം നല്ല അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരു 3 വർഷമോ 4 വർഷമോ ആയൊരു വിദ്യാർത്ഥി ഒരു വൈറ്റ് കോട്ടൊക്കെ ഇട്ട് പോകുമ്പോൾ ഇത് ഡോക്ടർ ഏതാണ് സ്റ്റുഡൻ്റ് ഏതാണെന്നൊന്നും അറിയണമെന്നില്ല. അപ്പോൾ അവർ രോഗവിവരങ്ങൾ മാത്രമല്ല അവരുടെ ഫാമിലി വിവരങ്ങൾ വരെ പറഞ്ഞു കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു വിദേശത്തുള്ള ഒരു സ്റ്റുഡൻറ്റിന് എപ്പോഴും ഒരു കുറവായിട്ട് നിൽക്കാറുണ്ട്. ഇപ്പോൾ ഈ ചൈനയിൽ നിന്നും ഒക്കെ കുട്ടികൾ നാട്ടിൽ വന്നിട്ട് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നാട്ടിൽ നിന്ന സമയത്ത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഒരുവിധ എല്ലാ ഹോസ്പിറ്റലുകളിലും ഒബ്സർവേഷൻഷിപ്പിനുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിട്ടുണ്ട്. അതുവഴി ഇപ്പോൾ നമുക്ക് ഒരുവിധം കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇത്തരം ടൈപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഓരോ വർഷങ്ങളിൽ പോകുന്ന കുട്ടികൾക്ക് അവരുടെ തയ്യാറാണെങ്കിൽ വെക്കേഷന് നാട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ സർവീസിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ചില ഹോസ്പിറ്റലുകൾ അതിന് ചെറിയൊരു ചാർജ് ഈടാക്കുന്നുണ്ട്. അത് ഡിപ്പെൻസ് ഹോസ്പിറ്റലുകൾ നമുക്കത് ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഏത് ജില്ലക്കാരാണെങ്കിലും നിങ്ങൾ വെക്കേഷൻ വരുന്ന സമയത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒബ്സർവേഷൻഷിപ്പ് ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ചില ഹോസ്പിറ്റലുകളൊക്കെ നിർദ്ദേശിക്കാറുണ്ട് കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ നാട്ടിൽ പോയിട്ട് ഒരു ഒബ്സർവേഷൻഷിപ്പ് ചെയ്തിട്ട് വരണം എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ ആയിട്ട് സംസാരിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൈവശപ്പെടുത്തിയിട്ട് തിരിച്ചു പോകലാണ്. അത് സെൽഫ് ചീറ്റിംഗ് ആണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഇത്തരം ഹോസ്പിറ്റലുകൾ നമ്മുടെ പേഷ്യൻസ് ഇൻട്രാക്ഷൻസിനൊക്കെ കൂട്ടുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ രോഗങ്ങൾ നമുക്കറിയാലോ. എന്തായാലും ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റേതായ രോഗങ്ങളും കാലാവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മൾ ആത്യന്തികമായിട്ട് കേരളത്തിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ചും നമ്മുടെ പ്രത്യേക കാലാവസ്ഥകൾ ഇവിടുത്തെ രോഗങ്ങളൊക്കെ അറിയാൻ ഈ ഒബ്സർവേഷൻഷിപ്പിലൂടെ അവരുടെ ഒരു എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാനൊക്കെ ഗുണകരമാണെന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നല്ലോ WFME, അതുപോലെ ECFMG, AMSC, AMEE, IAU ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഒക്കെ അഫിലിയേഷനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇത് ഒരു ലാർജസ്റ്റ് മെഡിക്കൽ ഈസ്റ്റേൺ യൂറോപ്പിലെ ഒരു വൺ ഓഫ് ദ ലാർജസ്റ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ നമുക്ക് ഇവിടുത്തെ ഒരു സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ USMLE, പ്ലാബ് ഒക്കെ സ്വപ്നം കാണുന്ന ഈ ബ്രിട്ടനിലേക്കോ അതുപോലെ US പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒക്കെ വന്ന് ചേർന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു സിലബസാണ്. അസോസിയേറ്റ് മെമ്പർ ഓഫ് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു അസോസിയേറ്റ് മെമ്പറാണ്. അതുപോലെ ഗവൺമെൻറ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. 1945 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 76 years ആയിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ നമുക്ക് എലിജിബിളാണ് ഏത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാനും അതാത് രാജ്യങ്ങളുടെ ചിലപ്പോൾ ലാംഗ്വേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനും കൂടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. പക്ഷേ ഈ ഒരു ഡിഗ്രി അവിടെയൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഒരു 6000-ലധികം സ്റ്റുഡൻസ് 33 രാജ്യങ്ങളിൽ നിന്ന് ഈ യൂണിവേഴ്സിറ്റീനെ ആശ്രയിക്കുന്നുണ്ട് വിവിധ കോഴ്സുകൾക്ക് കേട്ടോ. MBBS മാത്രമല്ല, ഒരുപാട് വ്യത്യസ്ത കോഴ്സുകളുണ്ട്. അതുപോലെ 50 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, 35 ഹോസ്പിറ്റലുകളുണ്ട്, 1000 ബെഡ് കപ്പാസിറ്റി ഉള്ള ഹോസ്പിറ്റൽ വരെ ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നിയത് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കടാവറുകളുടെ ലഭ്യതയാണ്. ഇപ്പോൾ നമുക്കറിയാം ചില രാജ്യങ്ങളിലൊക്കെ മതപരമായ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഈ കടാവർ ഡെഡ് ബോഡി അവൈലബിൾ അല്ല മെഡിക്കൽ പഠനത്തിന്. പക്ഷേ ഇവിടെ നമുക്ക് കടാവർ ലഭ്യമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്ലസ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഏതൊരു രാജ്യത്ത് ഏതൊരു കോഴ്സ് പഠിക്കാൻ പോവുകയാണെങ്കിലും കുട്ടികൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ, അവരുടെ പെർഫോമൻസ് എന്താണ്, ഇതിനെക്കുറിച്ചിട്ട് പാരൻസിന് എപ്പോഴും ഒരു ആദി ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവണം.
എങ്കിൽ മാത്രമാണ് അവരുടെ പെർഫോമൻസ് ബെറ്റർ ആവുള്ളൂ. നമ്മൾ നിരന്തരമായിട്ട് മോണിറ്റർ ചെയ്യുമ്പോൾ അവരുടെ പെർഫോമൻസ് ബെറ്റർ ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിമു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ്, ഒരു ആക്സസ്, പാസ്വേഡ്, യൂസർ നെയിം നമുക്ക് കിട്ടും. അത് കുട്ടികൾക്ക് കിട്ടുന്നതാണ്. പേരൻസിന് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് നമുക്ക് ഫോളോ ചെയ്യുക വഴി കുട്ടികളുടെ അറ്റൻഡൻസ്, അതുപോലെ അവരുടെ പെർഫോമൻസ്, അവരുടെ എക്സാമുകളുടെ റിസൾട്ട്, ഇത്തരം കാര്യങ്ങൾ നിരന്തരമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഓരോ എത്ര പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പോലും പേരൻസ് അങ്ങനെ ചെയ്യുമ്പോഴാണ് കുട്ടികളുടെ ബെറ്റർ പുറത്തു വരാനും അവർക്ക് ഇങ്ങനെ മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി കൂടാനുള്ളൊരു ചാൻസ് പൊതുവേ ഉണ്ട്. ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ടീനേജ് ആയതുകൊണ്ടും, പിന്നെ ഒരു പുതിയ രാജ്യം, പുതിയൊരു കൾച്ചർ, പുതിയ സുഹൃത്തുക്കൾ, അപ്പോൾ നമ്മുടെ ഒരു ഫോക്കസിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ പേരൻറ്റും ഇത് ഫോളോ ചെയ്യുന്നത് വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. വിദേശത്ത് ഒരു MBBS പഠിക്കാൻ പോകുന്ന സമയത്ത് നല്ല റിസർച്ച് അനിവാര്യമാണ്. ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്രൈറ്റീരിയകൾ നോക്കണം. ഇവിടെ നമുക്ക് ഹോസ്പിറ്റലുണ്ടോ, സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല യൂണിവേഴ്സിറ്റികളും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ 2022 പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ ഓപ്പൺ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ പുതിയ രാജ്യങ്ങൾ പ്രത്യക്ഷപ്പെടും. ചിലപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ടാവും, പക്ഷേ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനായിട്ട് ഡീൽ ചെയ്ത് പരിചയമുള്ള ഫാക്കൽറ്റീസ് ഉണ്ടാവണമെന്നില്ല, നല്ല റിസൾട്ട് ഉണ്ടാവണമെന്നില്ല, നല്ല ഹോസ്പിറ്റൽ ഉണ്ടാവണമെന്നില്ല. നിർബന്ധമായിട്ടും നല്ല റിസർച്ച് നടത്തണം. എപ്പോഴും ആളുകൾ ഫിനാൻഷ്യലി കമ്പയർ ചെയ്തിട്ടൊക്കെ ഡിസിഷൻ എടുക്കുന്നുണ്ട്. ഒക്കെ മണ്ടത്തരങ്ങളാണ്. കാരണം ഇപ്പോൾ മോൾഡോവയുടെ കാര്യത്തിൽ ഒരു 30 ലക്ഷം രൂപയോളം എക്സ്പെൻസ് വരുന്നുണ്ട് എങ്ങനെ നോക്കിയാലും. പക്ഷേ ചില രാജ്യങ്ങളിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കണമെങ്കിൽ ഒരു 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ ഒക്കെ വരുന്നുള്ളൂ, ട്യൂഷൻ ഫീസും അക്കോമഡേഷൻ ഉൾപ്പെടെ. അപ്പോൾ നമ്മൾ ഈ പേയ്മെൻറ്റിൻ്റെ ബേസിൽ കുട്ടിക്ക് വലിയ താല്പര്യമുണ്ടോ, പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇതൊന്നും നോക്കാതെ ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് കുട്ടിക്ക് ഈ FMGയുടെ റിസൾട്ടിലൊക്കെ പരാജയമായിരിക്കും. ഇവിടെ ഒന്നും ഡോക്ടറാവാൻ പറ്റണമെന്നില്ല. അത് പൊതുവേ ഇല്ലെങ്കിൽ തന്നെ ഒരു ആക്ഷേപമുണ്ട്, വിദേശത്ത് പോകുന്നതൊക്കെ ഷോർട്ട് കട്ടാണ്, പഠിക്കാത്ത കുട്ടികളാണ്, അങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ കൂടുതൽ ഉപകാരപ്രദമാവുള്ളൂ. അങ്ങനെ ഒരു പുതിയൊരു ഡിസിഷൻ പുതിയൊരു കുട്ടി എടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല റിസർച്ച് അനിവാര്യമാണ്. പഠിക്കണം എന്നുള്ളത് 100% താല്പര്യം, ഡെഡിക്കേഷനൊക്കെ ഉള്ള കുട്ടികൾ, പേരൻസിൻ്റെ അഭാവത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് സെൽഫ് ഡ്രൈവ് ഉള്ള കുട്ടികൾ, ഇവിടെ ട്രൈ ചെയ്ത് കിട്ടാത്ത കുട്ടികൾ, ഡോക്ടറെ ആവുമെന്ന് തീരുമാനിച്ച കുട്ടികളാണ് സത്യത്തിൽ വിദേശത്ത് പോകേണ്ടത്. അപ്പോൾ നമ്മൾ സത്യത്തിൽ ഈ വിദേശത്ത് പോകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, പേഷ്യൻസ് ഇൻട്രാക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് മിസ്സാവുന്നുണ്ട്. ഇവിടുത്തെ ഒബ്സർവേഷൻഷിപ്പിലൂടെ അത് നമുക്ക് കുറേയൊക്കെ അത് മാപ്പ് ചെയ്തിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മളൊരു ഫസ്റ്റ് ഇയർ ഒരു ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ വർഷങ്ങളിൽ ഏത് രാജ്യമാണെങ്കിലും അനാട്ടമി, അതുപോലെ ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഇതാണ് പ്രധാനമായിട്ടുള്ള സബ്ജക്റ്റുകൾ വരുന്നത്. ഇവർ +2 പഠിച്ച ബയോളജി സബ്ജക്റ്റുകളൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് വരികയും ചെയ്യും. കാരണം ബേസ് ക്ലിയർ ആവുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു 3 സബ്ജക്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ആപ്പിൽ നമ്മൾ കൃത്യമായിട്ട് റീജിയണൽ ലാംഗ്വേജിൽ, മലയാളം ലാംഗ്വേജിൽ MBBS പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കൃത്യമായ ക്ലാസ്സുകൾ, കൃത്യമായിട്ട് ഇവർക്ക് ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, കാണാതെ പഠിക്കുക മാർക്ക് വാങ്ങിക്കുക എന്നതല്ല, എന്താണ് നമ്മൾ പഠിക്കുന്നത്, ഓരോ ഓർഗൻസിനെ കുറിച്ചിട്ടും അതിൻ്റെ ധർമ്മം എന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് കൃത്യമായിട്ട് കോൺസെപ്റ്റ് പഠിക്കാനുള്ള ഒരു സാഹചര്യം. അത് നമ്മൾ കൃത്യമായ ക്ലാസ്സുകളാണ് അതിന് കൊടുക്കുന്നത്, വിഷ്വൽ പ്രസൻറ്റേഷനാണ് കൊടുക്കുന്നത്. അതിന് ഞങ്ങൾ അത് ഹാൻഡ് റൈറ്റിംഗ് നോട്ട്സ്, അത് കേരളത്തിൻ്റെ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓരോ രാജ്യങ്ങളിലെ സിലബസിനെ വെച്ചിട്ട് നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പ്രയാസമുണ്ട്. അപ്പോൾ ഞങ്ങളത് കേരളത്തിൻ്റെ സിലബസിനെ ബേസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ഹാൻഡ് റൈറ്റിംഗ് നോട്ട്സ് ഉണ്ട്. അതിൽ തന്നെ മോഡൽ എക്സാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റുഡൻറ്റിന് നമ്മുടെ ഒരു ഇവിടെ MBBS കഴിഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറെ അസൈൻ ചെയ്യും. അത് ശരിക്കും അക്കാദമിക് മെൻറ്ററായിട്ടാണ്. നമ്മൾ വിദേശത്ത് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കോഴ്സ് കഴിഞ്ഞിട്ട് വരേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെയധികം ഐഡിയ കുട്ടികൾക്കില്ല. അപ്പോൾ ഒരു മെൻറ്ററിങ് കൃത്യമായി, അതും MBBS ഡോക്ടറുടെ കീഴിൽ ഒരു മെൻറ്റർഷിപ്പ്, അത് ഞങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു ഡോക്ടറെ അസൈൻ ചെയ്ത് കൊടുക്കുക വഴി കൃത്യമായിട്ട് അവർക്ക് ഈ അക്കാദമിക് മെൻറ്ററിങ്ങും കൂടി കിട്ടും. പിന്നെ ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ആപ്പിനകത്ത് വിവിധ യൂണിവേഴ്സിറ്റികളുടെ കുട്ടികൾ വന്ന് ചേരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോ കുട്ടിക്കും
ഏത് സബ്ജക്റ്റുകളിലാണ് അവർ റിക്വസ്റ്റ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് വീക്കിലി നമ്മുടെ ഒരു ലൈവ് ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എക്സാമുണ്ട്, പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ. പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കേസുകൾ ഉണ്ടാവും, ഓരോ ഇപ്പോൾ നമുക്ക് കേസ് സ്റ്റഡികൾ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു ബെസ്റ്റ് ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ ടൂളുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ്. ഇത് 2022 മുതലാണ് നമ്മുടെ ഈ തരത്തിൽ ഇതൊരു അഡീഷണൽ ബെനിഫിറ്റ് പോലെ നമ്മളിലൂടെ പോകുന്ന കുട്ടികൾക്ക് നമ്മളൊരു അഡീഷണൽ ബെനിഫിറ്റായിട്ട് കൊടുക്കുന്നതാണ്. യൂണിവേഴ്സിറ്റി നല്ലത് കണ്ടുപിടിക്കുക, ഒപ്പം ഇത്തരം സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരു നല്ല ഡോക്ടറായിട്ട് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ ഇവിടെ കഷ്ടപ്പെട്ടിട്ട് ഡോക്ടറാവാൻ പരിശ്രമിച്ച് കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് മാത്രം ഈ ഡ്രീം കോംപ്രമൈസ് ചെയ്യേണ്ടതില്ല. എന്നാൽ പോയി കഴിഞ്ഞാൽ നല്ല കൃത്യമായ ഒരു മെൻറ്ററിങ്ങോട് കൂടിയിട്ട് ഒരു മെൻറ്ററിങ് എടുത്ത് അത് കൃത്യമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ ഒരു ഡോക്ടറായിട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മൾ തിരിച്ചു വരുന്ന എല്ലാ ആളുകളും ഡോക്ടറാവുന്നില്ല എന്നുള്ള ഒരു പോയിൻറ്റും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇത്തരം സർവീസുകളുടെ ഒരു പ്രാധാന്യം നമുക്ക് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ ഏതൊരു യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിലും ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് എത്ര കുട്ടികൾ പാസ്സായിട്ടുണ്ട്, അതുപോലെ എത്ര കുട്ടികൾ എഴുതുന്നുണ്ട്, ഇത്തരം ഒരു കണക്ക് നമ്മൾ എടുക്കുന്നത് നിർബന്ധമാണ്. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷനിൽ എത്ര കുട്ടികൾ പാസ്സായി, ഇത് നോക്കിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി നിർണ്ണയിക്കുക വഴി ശരിക്കും അതാണ് ഏറ്റവും വലിയ അട്രാക്റ്റീവായിട്ടുള്ള പോയിൻ്റ്. എല്ലാവരും പല പോയിൻ്റുകളിലാണ് പിച്ച് ചെയ്യുക. നമ്മൾ നാട്ടിലാണെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഒരു കോളേജ് ഒരു സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ സ്കൂളിൽ നിന്ന് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എത്ര കുട്ടികൾ പാസ്സായിട്ടുണ്ട്. അതാണ് ഏറ്റവും ബേസിക്, ഏറ്റവും കോമൺ സെൻസ് ഉള്ള ഒരു നമുക്ക് നല്ലതാണോ എന്നറിയാനുള്ള വഴി. അതല്ലാതെ യൂണിവേഴ്സിറ്റി റാങ്കിങ് നോക്കുമ്പോൾ നമ്മുടെ MBBSൻ്റെ റാങ്കിങ് ആണ് നോക്കേണ്ടത്. മിക്ക ആളുകളും ചെയ്യുന്നത് എന്താ, ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യും, അവിടെ MBBS റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാവും. എന്നിട്ട് അതിന് ഒരു അപ്രോച്ച് അങ്ങനെയാണ്. നമുക്ക് ചിലൊരു വിഷ്വൽ പ്രസൻറ്റേഷൻ ആയിരിക്കും, ഭയങ്കര വീഡിയോ ഒക്കെ കാണിച്ചു 100 വർഷം പഴക്കമുള്ള യൂണിവേഴ്സിറ്റി, ആ രാജ്യത്തിൻ്റെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, ഫെഡറൽ യൂണിവേഴ്സിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞെട്ടിക്കുക. നമ്മൾ കോമൺ സെൻസിൽ നിരക്കുന്ന കാര്യം ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി, അവിടെ നിന്ന് എത്ര കുട്ടികൾ എഴുതി, എത്ര കുട്ടികൾ പാസ്സായി, അത് നോക്കിയാൽ കഥ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് FMGയുടെ പാസിംഗ് റേഷ്യോ നോക്കാം. ശരിക്ക് FMG പാസിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ 2012, 2014 അത് മുതലാണ് നമുക്ക് ഇന്ത്യൻ വെബ്സൈറ്റുകളിൽ ലഭ്യമാവുന്നത്. അപ്പോൾ 2012, 2014 ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 5 കുട്ടികളാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, 2 കുട്ടികൾ പാസ്സായി, 40 പാസിംഗ് റേഷ്യോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് 2014 മുതൽ ഉള്ള വർഷങ്ങളിൽ, കുറേ വർഷങ്ങളിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുട്ടികളെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 2019 1-2 സ്റ്റുഡൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ പാസിംഗ് റേഷ്യോ ഉണ്ടായിരുന്നില്ല. പിന്നെ 2020 വരുന്നത്. 2020 30 കുട്ടികളാണ് എഴുതിയത്, 8 കുട്ടികൾ പാസ്സായി, 26%, 26.67% ആയിരുന്നു അവിടുത്തെ പാസിംഗ് റേഷ്യോ. പിന്നെ വരുന്നത് 2021, നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും അവസാനം വന്നിട്ടുള്ള പാസിംഗ് റേഷ്യോ. അത് നോക്കുകയാണെങ്കിൽ 78 കുട്ടികൾ എഴുതി. നമ്പർ ഇങ്ങനെ വർദ്ധിച്ച് വരുന്നത് കണ്ടില്ലേ. നേരത്തെ ഈ മോൾഡോവയിൽ വളരെ വിരലിലെണ്ണാവുന്ന കുട്ടികൾ, നമ്മളിപ്പോൾ ഈ ലോകത്തെ 140 രാജ്യങ്ങളിൽ ഏത് രാജ്യം എടുത്താലും എവിടെയും മലയാളികൾ പഠിക്കുന്നുണ്ടാവും. എന്തെങ്കിലും കാരണം കൊണ്ട്, എന്തെങ്കിലും ഇമോഷണൽ റീസൺ കൊണ്ടോ അങ്ങനെ പല പല കാരണങ്ങൾ. ചിലവർക്ക് ഇപ്പോൾ ഈ കൊറിയൊക്കെ ട്രെൻഡാണ്. കൊറിയയിലത്തെ കുറേ സീരിയലൊക്കെ കണ്ടിട്ട് പിള്ളേർ കൊറിയ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അതുപോലെ ഈ മോൾഡോവ ശരിക്ക് ഫസ്റ്റ് പോയ ആളുകൾ എന്ത് കാരണം കൊണ്ടാണ് പോയെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ പോകുന്നത് കൃത്യമായ പ്രൂവൺ ട്രാക്ക് റെക്കോർഡ്, ഇത്രയും 10-700 മലയാളീസ് അവിടെ പഠിക്കുന്നുണ്ട്, കംഫർട്ടാണ്, ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, പാസിംഗ് റേഷ്യോ ഇപ്പോൾ 2021 78 കുട്ടികൾ എന്ന് പറയുമ്പോൾ 33 കുട്ടികൾ പാസ്സായി, 42% പാസിംഗ് റേഷ്യോ. 42 എന്ന് പറഞ്ഞാൽ നല്ല പാസിംഗ് റേഷ്യോ ആണ് 2021. ഇപ്പോഴത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ FMGയുടെ കോച്ചിങ് കൂടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു അണ്ടറിൽ വരുന്നുണ്ട്. ഇപ്പോൾ 2022-23 മുതൽ ഇവിടെ കോച്ചിങ് കൂടെ ലാസ്റ്റത്തെ 2 വർഷത്തേക്ക് FMGയുടെ കോച്ചിങ് കൂടെ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നൊരു സാഹചര്യം വരുന്നുണ്ട്.
അതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ടിൻ്റെ ഗതി വീണ്ടും മാറാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ FMGയിൽ 2021 കണക്ക് പ്രകാരം വളരെ നല്ലൊരു റിസൾട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണിത്. USMFൻ്റെ ഹോസ്റ്റലിൻ്റെ മുന്നിലാണ് ഉള്ളത്. ഗേൾസ് ഹോസ്റ്റലുണ്ട്, ബോയ്സ് ഹോസ്റ്റലുണ്ട്. തൊട്ട് ബാക്കിലുള്ളത് ബോയ്സ് ഹോസ്റ്റലാണ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗേൾസ് ഹോസ്റ്റലുണ്ട്. അപ്പോൾ ഹോസ്റ്റലിനകത്തുള്ള കാഴ്ചകളൊക്കെ കാണാമെന്നുള്ളതാണ് അടുത്ത നമ്മുടെ സ്റ്റെപ്പ്. ഒരു യൂണിവേഴ്സിറ്റി വളരെ നന്നാവണമെങ്കിൽ നല്ല സൗകര്യമുള്ള അക്കോമഡേഷൻ കിട്ടണം, നല്ല ഭക്ഷണം കിട്ടണം. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾക്ക് വളരെ മാനസികമായിട്ട് നല്ല കൃത്യമായിട്ട് പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇത് യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്റ്റലാണ്, അവരുടെ തന്നെ പ്രോപ്പർട്ടിയാണ്. അവരുടെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ഇവിടെ പഠിക്കുന്ന കുട്ടികളും അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസും ഒക്കെ ഇവിടുത്തെ വ്യത്യസ്ത ബിൽഡിങ്ങുകളിലാണ് ഉള്ളത്. അപ്പോൾ പേരൻസ് സാധാരണ ചോദിക്കാറുണ്ട് ബോയ്സ് ഗേൾസ് സെപ്പറേറ്റ് ബിൽഡിംഗ് ആണോ എന്നുള്ളത്. ഇവിടെ സെപ്പറേറ്റ് ബിൽഡിംഗ് അവൈലബിൾ ആണ്. ഇത് റിസപ്ഷനാണ്, സെക്യൂരിറ്റി ഉണ്ട്. സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് ഒരു ലീഡർ ഉണ്ടായിരിക്കും. ഇവരുടെ എന്തെങ്കിലും കൺസേണുകളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ആ ഒരു സ്റ്റുഡൻറ്റ് കോർഡിനേറ്ററിൻ്റെ അടുത്താണ് പറയേണ്ടത്. പിന്നെ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റ് കോർഡിനേറ്ററിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവരിതൊക്കെ തന്നെ ആരെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ അവർക്കറിയാം. ലോണ്ട്രി യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പേയ്മെൻറ്റ് കൊടുക്കണം കേട്ടോ. കുട്ടികൾ വീക്ക്ലി വൺസൊക്കെയാണ് യൂസ് ചെയ്യുക. ചെറിയ പേയ്മെൻറ്റാണ്, എന്നാലും പേയ്മെൻറ്റ് കൊടുക്കണം. അതെങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ അവിടെ തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഒരു ലൈബ്രറി അല്ല, റീഡിംഗ് റൂമാണ്. ഇവിടെ ബിൽഡിങ്ങിനകത്ത് തന്നെയുള്ള ഒരു റീഡിംഗ് റൂമാണ്. വളരെ ഒരു ഭയങ്കര ഒരു സമാധാന അന്തരീക്ഷമാണ് മൊത്തത്തിൽ പൊതുവെ. ഇത് റൂമാണ്, ഡബിൾ ഷെയറിങ്. ഇവിടെ എല്ലാ ഡബിൾ ഷെയറിങ്, 3 ഷെയറിങ്, 4 ഷെയറിങ്, സിംഗിൾ ഷെയറിങ് കംപ്ലീറ്റ് ഉണ്ട്. നമ്മുടെ സാമ്പത്തികം അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഹോസ്റ്റൽ കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള സൂപ്പർ മാർക്കറ്റോ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അവൈലബിളാണ്. ഗ്രോസറി വാങ്ങിക്കാനുള്ള സൗകര്യങ്ങൾ അവൈലബിളാണ്. എല്ലാം ഈ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ അവൈലബിളാണ്. അത് കുട്ടികൾക്ക് അധികം ദൂരെ പോയി വാങ്ങിക്കേണ്ടതില്ല എന്നുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കഴിയുമെന്നുള്ളതൊരു അട്രാക്ഷനാണ്. ഇവിടെ എവിടെ നോക്കിയാലും USMFൻ്റെ എന്തെങ്കിലും ഒരു സ്ഥാപനം കാണാം. ഈ ചിസ്സിനോല് നോക്കിയിട്ടുണ്ടെങ്കിൽ, എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾക്കിടയിൽ ശരിക്ക് എല്ലാ ക്രിക്കറ്റ് ടൂർണമെൻറ്റൊക്കെ നടത്താറുണ്ട്. അതുപോലെ ഫുട്ബോൾ, അങ്ങനെ എല്ലാ ഗെയിംസിനും നല്ല പ്രാധാന്യമുണ്ട്. അത്യാവശ്യം മലയാളിക്ക് കൊടുക്കുന്നത് തന്നെ ഇത്തരം പ്രോഗ്രാമുകൾ ധാരാളം നടത്താറുണ്ട്. പിന്നെ കുട്ടികൾ ഡാൻസ്, മറ്റ് പ്രോഗ്രാമുകളൊക്കെ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഇവിടെ നടക്കുന്നുണ്ട്. അതിനൊക്കെ യൂണിവേഴ്സിറ്റി വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ട്. സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള ലീഡേഴ്സ് അത് കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. എല്ലാ അർത്ഥത്തിലും അങ്ങനത്തെ കുറേ ലീഡർഷിപ്പ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇത് വളരെ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഞാൻ ഇവിടെ സന്ദർശിക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ സ്റ്റുഡൻസൊക്കെ ഇത്തരം അവിടെ വരുന്നൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് വളരെ തിരക്കിലും അതിൻ്റെ റിഹേഴ്സലിലൊക്കെ ആയിരുന്നു. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ചിസിനോ എന്ന് പറഞ്ഞ സിറ്റിയിൽ എവിടെ നോക്കിയാലും നമ്മുടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റോ, കാരണം അങ്ങനെ ചെതറിക്കെടുക്കണം ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. ഇതിൻ്റെ കീഴിലുള്ള 8-10 ഹോസ്പിറ്റലുകൾ തന്നെ ഉണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ ഈ നേരത്തെ കണ്ട ഹോസ്റ്റലിൽ നിന്ന് 1, 2, 3 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും പോവേണ്ടത്. ഇവരുടെ സ്ഥിരമായിട്ടുള്ള ക്ലാസ്സും ഇത്തരത്തിൽ 1, 2 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. നാട്ടിൽ ഏകദേശം ഒരു 8 രൂപ 10 രൂപ ഒക്കെ കൊടുത്താൽ തന്നെ നമുക്ക് ഇവരുടെ ഹോസ്റ്റലിൽ നിന്ന് എങ്ങോട്ടാണോ പോകാനുള്ളത് അങ്ങോട്ട് പോകാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ എല്ലാവരും പൊതുവെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ ആശ്രയിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവിടെ ചിലപ്പോൾ ഹെവി റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, സാധാരണ മനുഷ്യരുണ്ടാവും. മീഡിയം നിൽക്കുന്ന ആൾക്കാർ കുറവാണ്. 2 കാറ്റഗറിയാണ്. ഒന്നുകിൽ ഭയങ്കര റിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ പുവറായിരിക്കും. ഇവിടെ ഇന്ത്യക്കാർ പഠിക്കുന്നതിൽ ഭൂരിപക്ഷം എബവ് 90% എന്നെങ്കിലും പറയാം മലയാളികളാണ്. അതെന്തുകൊണ്ടാണ് ഇത്രയധികം മലയാളികൾ വന്നു എന്നുള്ളത് നമുക്ക് ശരിക്കും വളരെ ഒരു അതിശയം നൽകുന്ന കാര്യമാണ്. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ചില പ്രദേശത്തു കൂടെ ഒക്കെ പോകുമ്പോൾ കുറേ മലയാളികളെ കാണാം, മാർക്കറ്റിലും ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് മാർക്കറ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു. അപ്പോൾ പിള്ളേർ ഇത് ശരിക്കൊരു 5 മണി വരെയൊക്കെ ഓപ്പൺ ആവുന്ന ഒരു മാർക്കറ്റാണ്. ഇതിവിടെ നമ്മൾ കേരളത്തിലൊക്കെ തിരൂർ മാർക്കറ്റ്, കുന്നംകുളം മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ കിട്ടുന്ന, നമ്മുടെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ എല്ലാ പ്രദേശങ്ങളും കാണാമെന്നുള്ള രീതിയിൽ സന്ദർശിക്കുന്നതാണ്. അപ്പോൾ
കുട്ടികളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ അപ്പോൾ വല്ല അത്യാവശ്യങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിക്കും. വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളും മാളുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയാണ് കുട്ടികൾ കൂടുതലും വാങ്ങിക്കുന്നത്. ഇത് ചീപ്പ് ആൻഡ് ബെസ്റ്റിലൊക്കെ കിട്ടുന്ന ഒരു 5 മണി വരെയൊക്കെയാണ് ഇവിടെ ഓപ്പൺ ആവുക. 4:30-5 മണി വരെയൊക്കെ ഓപ്പൺ ആവുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആക്കും. പക്ഷേ ഇവിടെ ഭയങ്കര രസമാണ്, എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഇപ്പോൾ ഭക്ഷണ സാധനങ്ങളും ഇനിയിപ്പോൾ വെജിറ്റബിൾസും ഫിഷും ചിക്കൻ മീറ്റ്സ് എവറിത്തിങ് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ള, അതൊരു നോമിനൽ റേറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ പേഴ്സും മൊബൈലൊക്കെ നന്നായി ശ്രദ്ധിക്കണം. ഞാൻ വന്ന പാടന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഫസ്റ്റ് തന്ന ഒരു ഉപദേശം ഇതാണ്, ഇങ്ങനെ മൊബൈലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് അത് ബസ്സിലാണെങ്കിലും ചിലപ്പോഴൊക്കെ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് മിസ്സായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എവിടെ പോയിട്ടുണ്ട് എന്നൊക്കെ CCTVയുടെ അടിയിലൊക്കെ ആണെങ്കിൽ അത് പോലീസിന് റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാനൊക്കെ പറ്റും. പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ നമ്മൾ നന്നായിട്ട് അത് മറ്റേത് സ്ഥലം പോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. നമുക്ക് സെൽഫ് കുക്കിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നേരത്തെ ഞാൻ കാണിച്ചല്ലോ ഹോസ്റ്റൽ. ആ ഹോസ്റ്റലിനകത്ത് ഓരോ ഫ്ലോറിനകത്തും കിച്ചൺ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ഈ കിച്ചൺ ഉപയോഗിച്ചിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നല്ല ഒരു പഠിക്കുന്ന സമയത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കലൊന്നും പോസിബിളല്ല. 2 കേരള ഹോട്ടലുകളുണ്ട്. അപ്പോൾ അവിടെ മെസ്സ് ആയിട്ട് നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഹോട്ടൽ പോലെ അവിടെ പോയിരുന്നിട്ട് എപ്പോഴാണോ വേണ്ടത് അപ്പോൾ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതല്ലാതെ അറേബ്യൻ ഫുഡ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇവിടുത്തെ ഫുഡുകൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. പിന്നെന്താ വെച്ചാൽ എന്തിൻ്റെ ഒപ്പവും അവർ പൊട്ടാറ്റോ അവരുടെ സ്പെഷ്യൽ ഫുഡാണ്. പൊട്ടാറ്റോ സ്മാഷ് ചെയ്തിട്ട് അതും കൂടെ അതിനോടൊപ്പം വെക്കും. പക്ഷേ ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ള ഫുഡുകളായിരുന്നു. കേരള ഫുഡിന് എന്ന് പറയുമ്പോൾ എല്ലാ കേരളത്തിലുള്ള ഫുഡുകളും അവൈലബിൾ ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു തമാശ. നമ്മളിപ്പോൾ എപ്പോഴെങ്കിലും പോകുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ കേരള ഫുഡല്ലല്ലോ നോക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു മിസ്സിംഗ് ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളും ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ റെഫറൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മോൾഡോവയിലെ USMFുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളാണ്, എനിക്കാവുന്നത്ര വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി USMFുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോകൾ പുതുതായിട്ട് നമ്മൾ വരുന്നുണ്ട്. കുട്ടികളുടെ ടെസ്റ്റിമോണിയൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തൽക്കാലം ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്ക് വിശദമായിട്ടുള്ള കൗൺസിലുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിടാം. നമസ്കാരം.